വെൽക്കം ബാക്ക് മൈ ഒരു പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണിത്. ഇതെല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയട്ടെ. നല്ല ഔഷധമുള്ള ഒരു സാധനമാണ്, മുരിങ്ങച്ചപ്പാണ് കേട്ടോ. അപ്പം ഈ സാധനം വളരെയധികം ഗുണമുള്ള ഒരു സാധനമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും നയിക്കുക. അപ്പോൾ പറഞ്ഞു തന്നെ എന്താ പറയുക, ഈ മുരിങ്ങൻ്റെ ഇല നമ്മൾ ഇതുകൊണ്ട് ഒരു വെള്ളം തിളപ്പിക്കൽ, ചായ തിളപ്പിക്കുന്നത് പോലെ നല്ല തിളപ്പിച്ചെടുത്താൽ അത് കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, ഷുഗർ, BP പോലത്തെ രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടും. അതല്ലാതെ കണ്ണിന് നല്ല കുളിർ കിട്ടും. ഞാൻ ചില സമയത്ത് കണ്ണൊക്കെ മങ്ങുമ്പോൾ ഇത് ഉണ്ടാക്കി കുടിക്കലാണ്. ഇത് ഞാൻ മാത്രമല്ല, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി നല്ല കുടിക്കും. ഈ ഇല ഉണക്കി പൊടിച്ച് ഓരോ സ്പൂണ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എന്നാൽ എന്നിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയും. എന്നിരുന്നാലും ഞാനൊന്ന് പറയാമെന്ന് മാത്രമാണ്. ഇത് വളരെയധികം ഔഷധമുള്ള ഒരു സാധനമാണ്. മുരിങ്ങ ഇലയാണ് കേട്ടോ, മുരിങ്ങച്ചപ്പ്. അപ്പോൾ ഈ മുരിങ്ങച്ചപ്പ് നമ്മൾ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നല്ല സ്മൂത്ത് വെള്ളമാണ്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ, കൊളസ്ട്രോളിനൊക്കെ ഒരു ശമനം കിട്ടും കേട്ടോ. അതല്ലാതെ കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേമാതിരി ഒരു പാത്രത്തിൽ അതൊക്കെ ഇങ്ങനെ പിച്ചിടുക. അങ്ങനെ ഈ എല്ലിങ്ങനെ പൊടിച്ച് വലുത് അങ്ങനെ വേണമെങ്കിൽ ഇതും ചെയ്യാം. ഇങ്ങനെ പൊട്ടിച്ച് ഇതിലിട്ടിട്ട് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ചായ പോലെ കുടിച്ചാൽ ഈ കണ്ണിനൊക്കെ ഈ മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. നല്ല ശുദ്ധിയായിട്ടുള്ള കണ്ണ്. അതുപോലെ കൊളസ്ട്രോൾ, ഷുഗറിനൊക്കെ ഒരു സമാധാനം കിട്ടും. ഈ ഇല ഉണക്കി പൊടിച്ചിട്ട് കാലത്ത് വെറും വയറ്റിൽ തേനിലോ പാലിലോ കലക്കി കുടിച്ചാൽ നല്ലതാണ്. എന്തിനാണെന്ന് പറയണില്ല, ശരീരത്തിന് നല്ലതാണ്. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ ഇതിനായിട്ടുള്ള നമ്മളെ പച്ചമരുന്ന് വിൽക്കുന്ന കടയിൽ ഈ സാധനം കിട്ടും. ഇത് ചായമാരി കുടിക്കുന്ന സാധനമാണ്. നല്ലൊരു സാധനമാണ്. നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് അറിയില്ല, ഇത് ഞങ്ങളെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പ്രസവിച്ച് കിടക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയി പൊട്ടിച്ചുകൊണ്ട് നല്ല സാധനമാണ് പാലുണ്ടാകാനും കുട്ടികൾക്ക്. അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ ഇതാണ് സംഭവം. നല്ല അടിപൊളി ഇലയാണ്, ഇഷ്ടംമാതിരി കിട്ടാണ്ടതാണ്. ഇതിൽ നമ്മളിനി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പോകണം, അടുപ്പിൽ വെച്ചിട്ട്. അപ്പോൾ ആ കാര്യമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഒരു 5-8 ഗ്ലാസ് ഉണ്ടാവും. നല്ലോണം കുടിക്കാൻ മാത്രം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ, നല്ല ടേസ്റ്റാണ്. തീ കത്തി ഒരു 1/4 മണിക്കൂർ കൊണ്ട് തിളച്ചിങ്ങനെ വരും. അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. കണ്ണിനൊക്കെ എന്തോ ഒരു കുളിർമ കിട്ടുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, നിങ്ങളൊക്കെ പൊടിച്ച് തിന്നുന്നുണ്ടാകും. എന്നിരുന്നാലും ഇതുകൊണ്ട് തോരൻ വെച്ചാലും നല്ലതാണ്. പക്ഷെ ഇതിലേറെ ഒരു നല്ല സാധനമാണ്. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ലൊരു ക്ലിയറാണ്. ഈ കണ്ണൊക്കെ അങ്ങനെ മങ്ങുന്ന ആൾക്കാർ, വയസ്സായ ആൾക്കാർക്കുണ്ടാവും. എനിക്കൊക്കെ ചില സമയത്ത് ഇങ്ങനെ ആകുമ്പോൾ ഞാനിതൊരു 4-5 വട്ടം കുടിച്ചാൽ എനിക്ക് വാറക്കണം. അതുപോലെ എനിക്ക് കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ഒരുമാതിരി നിയന്ത്രിക്കുന്ന ഈ സാധനം കുടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് മരുന്നാണ്. അതേമാതിരി ഈ ഇല ഉണക്കിപ്പൊടിച്ച് നല്ല പൊടി കിട്ടും. നമ്മൾ മണി ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് മാറാണ്ട് കിടക്കുന്നത്. അപ്പോൾ ഈ സാധനം ഉണക്കി പൊടിച്ച് വെക്കും സൗകര്യം. എന്നിട്ട് ഇത് ഒരു സ്പൂണിടും, ചൂടുവെള്ളത്തിൽ കലക്കി പിടിക്കും, പാലിൽ പാനിലൊക്കെ കലക്കി പിടിക്കും.
അത്ര നല്ല സാധനമാണ്. ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ കേട്ടോ. കൊല്ല കണക്കിനായിരുന്നു ഇത്. മുരിങ്ങൻ്റെ ഇലയാണ് ഇത്. ചായ തിളപ്പിക്കാറുണ്ട്. മുരിങ്ങൻ്റെ ഇല ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതേമാതിരി ഇവർ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇനി നിറയെ ഉണ്ടാവും ഇതേമാതിരി കേസിൽ കെട്ടിയിട്ട്. അപ്പോൾ സൗദിയാളെ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ ചങ്കാളോട് പറയാൻ എന്താണ്, ഇതേമാതിരി അടുത്തുനിന്ന് കിട്ടുമ്പോൾ ഇതൊക്കെ ഓരോന്ന് തിളപ്പിച്ച് കുടിച്ചു. വല്ല കട്ടൻ ചായ കുടിച്ചിട്ട് എന്താ, കട്ടൻ ചായ കുടിക്കുന്നതിലേറെ നല്ല ഒരു സാധനമാണ്. നല്ല ഹെൽത്തിയാണ്, വെറൈറ്റിയാണ്, നല്ലൊരു ഔഷധമാണിത്. ഔഷധമുള്ള സാധനമാണ് മുരിങ്ങച്ചപ്പ്. നല്ല ഔഷധമാണ്. മുരിങ്ങക്കായ് നല്ലതാണ്, അതിൻ്റെ തോല് നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഇതൊക്കെ ഓരോ സ്പൂണിട്ട് ഓരോ സ്പൂണ് കലക്കിയിട്ട് തേനിൽ കലക്കി കുടിച്ചാൽ പറയണ്ട, അടിപൊളി സാധനം. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് നമ്മൾ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, നല്ല കളറായിരിക്കും, ശുദ്ധമായ കളർ. അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനെന്താ വെച്ചാൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചങ്കല നമ്മളെ വെള്ളം റെഡിയായിട്ടോ, നമ്മളെ വെള്ളം റെഡിയായി. തിളച്ച് കുറേ പോയി. കളർ നോക്ക്, കളർ ഈ കളർ വേണ്ട നല്ല ടേസ്റ്റാണ്. ഇതാണ് സംഭവം കേട്ടോ. അടിപൊളി സാധനമാണ്, നല്ല സാധനമാണ്, ആരും ഒഴിവാക്കേണ്ട. അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു സുഖം കിട്ടും. ഇതാണ് നമ്മളെ വെറൈറ്റി വെള്ളം കേട്ടോ. ഇത് ഒരു ഔഷധ വെള്ളമാണ്, ഔഷധ വെള്ളം. ഈ വെള്ളത്തിന് പേര് വെള്ളം എന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ. ഇതൊരു ഔഷധമാണ്, ഒരു മരുന്നാണ്, അടിപൊളി സാധനമാണ്. അതാണ് സാധനം മുരിങ്ങ. എന്താ ടേസ്റ്റ് എന്ന് പറയും. ഒരു കട്ടിപ്പോ കയ്പോ പുളിയോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ടേസ്റ്റ്. മധുരവും വേണ്ട, ഒന്നും വേണ്ട, എന്തൊരു സുന്ദരമായ വെള്ളം എന്ന്. അപ്പോൾ പറഞ്ഞെന്ന് പറയാം, ഇതേ കുടിച്ചാൽ പച്ചവെള്ളമൊക്കെ കുടിക്കണില്ലേറെ നല്ലത്. അത് തിളപ്പിച്ച് ആറ്റി വെച്ചാൽ മതിയല്ലോ, തിളച്ച് വെച്ചാൽ മതി. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഇതെന്തിലേറെയൊക്കെ നല്ല സാധനമാണ്. ഇതിനെ കണ്ണിന് നല്ലൊരു കുളിർമ, തെളിച്ചം, വെളിച്ചം ഒക്കെ ഉണ്ടാവും. അപ്പം അത്ര ഒരു നല്ല സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും അത് ഉപയോഗിക്കാൻ നോക്കുക. എവിടെ ചോദിച്ചാലും അറിയാം, ഈ മുരിങ്ങ നല്ലൊരു ഔഷധമാണ്. വേര്, കായ്, കുരു എല്ലാം. ഇത് ഉണക്കിപ്പൊടിച്ച ഇല ഒരു സ്പൂണ് വെറുവയറ്റിൽ വൈകുന്നേരം അതേമാതിരി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരടാറ് കളറില്ലേ, എത്ര കുടിച്ചാലും മടുപ്പില്ലാത്തൊരു സാധനം. അപ്പോൾ എല്ലാവരോടും അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബായ്. പ്രിയമുള്ള സുഹൃത്തുക്കളോട് പറയുന്നു, ഇതാണ് വെറൈറ്റി സാധനം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ വീഡിയോ എന്ന് വെച്ചാൽ, മുരിങ്ങ ഔഷധമാണ്, നല്ലൊരു ഔഷധമാണ്. ഇതിപ്പോൾ തിളപ്പിച്ചതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ ഈ മുരിങ്ങ ഇല കൊണ്ട് തിളപ്പിച്ചുണ്ടാക്കിയ വെള്ളം, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് നോക്കാം. എത്ര ചെറിയ സിമ്പിൾ പരിപാടിയുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ വേറെ ഉണ്ട്. വെളുത്തുള്ളി ചേർന്നതാണ്. ഞാൻ വെളുത്തുള്ളി ഇടും. ഒരു ഇല്ലിയല്ലല്ലോ, ഒരു വെളുത്തുള്ളി ഫുൾ ഇടലുണ്ട്.
ഇന്നിട്ടിട്ടില്ല. അത് നമ്മളെ രക്തസംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് വെളുത്തുള്ളി. അത് നമ്മളെ ഇവിടെ ഒരാൾ വെളുത്തുള്ളി രാവിലെ ഒരു വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് തൈര് കൂട്ടിയിട്ട് കുബൂസ് അടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ്. ഈ അറ്റാക്ക് വരുന്ന ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് വെളുത്തുള്ളി നമുക്ക് അങ്ങനെ തിന്നുമ്പോൾ ഒരു ഇടങ്ങാറാണ്, കടിച്ചില എരിയും പിടിച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ഇത് കൂട്ടി തിന്നുന്നത് കണ്ടിരിക്കുന്നത്. ഞാനിതിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അടിപൊളി ഒരു ഡ്രിങ്കാണ്. നോക്കിക്കോളൂ, ചെയ്തോളൂ. എത്ര കുടിച്ചാലും മടുപ്പ് വരില്ല.